അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമാകുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപം കൊണ്ട് 98 വർഷങ്ങൾ പിന്നിടുകയാണ്. 1926 ജൂൺ 26-നാണ് ഇതുപോലെ 98 വർഷങ്ങൾക്ക് മുമ്പ് നവീനവാദങ്ങളും ബിദ്അത്തുകളൊക്കെ കേരളത്തിൽ വളരെയേറെ പ്രചണ്ഡ പ്രചാരം നടന്ന സമയത്ത് നമ്മുടെ ആചാരങ്ങളും അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങളൊക്കെ വിഘടിക്കുന്ന രീതിയിൽ, വിഭിന്നമാക്കുന്ന രീതിയിൽ ചില തൽപര കക്ഷികൾ സമൂഹത്തിൽ ഉറവിയെടുത്ത സമയത്ത് സമൂഹത്തിൽ പ്രബോധനത്തിൻ്റെ മേഖലകളിലേക്ക് വക്രീകരിക്കപ്പെടുന്ന കാലഘട്ടം എന്ന സമയത്താണ് മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ പ്രബലന്മാരാകുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച കേരളത്തിലെ തലയെടുപ്പുള്ള ആലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടി ഈ രീതി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമീപഭാവിയിൽ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പേരിന് പോലും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ഉണ്ടായത് എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധ്യമാകുന്ന സത്യമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖ്യമാകുന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ഉസ്സിസാല തഖ്വയുടെ മേൽ ഉടലെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പറയുന്നത്. പരിശുദ്ധമാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് കൈമാറിയ ദീൻ, അവിടുന്ന് താബിഈങ്ങൾ, സാലിഹീങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ, മഹാന്മാരാകുന്ന ഔലിയാക്കൾ വഴി കൈമാറി വന്ന ആ പരിശുദ്ധമാകുന്ന തനതായ ദീനിൻ്റെ അന്തസത്തയെ സമൂഹത്തിന് പകർന്നു കൊടുക്കാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇക്കാലം അത്രയും പ്രവർത്തിച്ചത് എന്ന് അതിൻ്റെ ചരിത്രവും പ്രവർത്തനവും വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധ്യമാകുന്ന സത്യമാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. കേരളത്തിൽ മറ്റു ഇതര സംഘടനകളിൽ നിന്ന് സമസ്തയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ സ്ഥാപിത ലക്ഷ്യത്തിൽ തന്നെ അടിയുറച്ച് 98 വർഷങ്ങൾ പൂർത്തിയാകുന്നു എന്ന ഏറ്റവും വലിയ അഭിമാനത്തോടു കൂടിയാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പരിശുദ്ധമാകുന്ന ദീനിൻ്റെ തനതായ രീതി അത് പഠിപ്പിക്കലാണ് സമസ്തയുടെ ലക്ഷ്യം. അതിൻ്റെ പിൻബലത്തിലാണ്, അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൂടെയാണ് മദ്രസകൾ പോലെയുള്ള ദീനി സ്ഥാപനങ്ങളൊക്കെ നടന്നു പോകുന്നത് നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഖിയാമത്ത് നാൾ വരെ നമ്മൾ മുറുകെ പിടിക്കേണ്ട പ്രസ്ഥാനമാണ്. കാരണം ദീന് എന്ന് പറയുന്നത് അത് സമസ്ത കാണിച്ചു തന്ന വഴിയാണ്. പരിശുദ്ധമാകുന്ന മഹിതമായ ആ രീതി, ദീനിൻ്റെ വഴി അത് കാണിച്ചു തന്ന സമസ്തയാണ്, നടത്തുന്നതും സമസ്തയാണ്. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ആ കൊടി പിടിച്ചുകൊണ്ട് അതിൻ്റെ കാവലാളന്മാരായിക്കൊണ്ട് അതിൻ്റെ ഉറച്ച ആളുകളായി മരണം വരെ നിലകൊള്ളാൻ കഴിയുക എന്ന് നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 98 വർഷങ്ങൾ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്ന് ഒരു അണുമണി തൂക്കും വ്യത്യാസമില്ലാതെ മാറാതെ ഇത്രയും കാലം എത്തിയത് അത് പിറവിയെടുത്ത, അതിന് സ്ഥാപിച്ച മഹാന്മാരാകുന്ന ആളുകളുടെ ഇഖ്ലാസ് ഒന്ന് മാത്രമാണ്. അത് നടത്തിക്കൊണ്ടുവരുന്ന മഹാന്മാരുടെ ഇഖ്ലാസ് ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളോളം ഈ സംഘടനയെ നമ്മുടെ ഉമ്മത്തിന് വലിയ താങ്ങും തണലുമായി നിലനിർത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ സേവകന്മാരായി പരിശുദ്ധ ദീനിൻ്റെ ഖാദിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.